ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കൊഫെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഡോങ്കിളാണ്. നെറ്റ് സെക്ടറാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയതാണ്. ഏകദേശം 1600 രൂപയോളമായി. ഓഫറിൽ എനിക്ക് 1300 രൂപയ്ക്ക് കിട്ടി. അത് വളരെയധികം സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയുള്ളതാണ്. ഏകദേശം 3.9, 4.5 ഈ റേറ്റിങ്ങിലാണ് എനിക്ക് അത് കാണാൻ കഴിഞ്ഞത്. ഞാനത് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഡാറ്റ കേബിള്, കൂടാതെ അതിൻ്റെ മാനുവല്, പിന്നെ ഒരു ചാർജ് ചെയ്യുന്നതിനുള്ള പോർട്ട്, ഇവയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇത് സിം ഉപയോഗിക്കുന്ന 4G 5G സിമ്മുകൾ ഉപയോഗിക്കുന്ന ഒരു ഡോങ്കിളാണ്. ഇതിൽ ഇന്ത്യയിൽ കിട്ടുന്ന മിക്കവാറും എല്ലാ സിമ്മുകളും ജിയോ, BSNL, VI, കൂടാതെ എയർടെൽ എന്നീ സിമ്മുകൾ ഇതിൽ വർക്ക് ചെയ്യും. ഇത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തത്. ക്യാമറ വീടിൻ്റെ പുറത്തായത് കാരണം ഇത് മഴ നനയാതെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാമറയുടെ ഏകദേശം 10 മീറ്റർ ചുറ്റളവിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ നിന്നുള്ള നെറ്റ് എടുത്ത് ക്യാമറ പ്രവർത്തിക്കും. ഇതിൻ്റെ കൂടെ ചാർജ് ചെയ്യുന്നതിന് കേബിൾ ഉണ്ട് എങ്കിലും ഒരു മൊബൈൽ അഡാപ്റ്ററും കൂടെ അതിനാവശ്യമാണ്. മൊബൈൽ അഡാപ്റ്റർ ഇതിനോടൊപ്പം കിട്ടത്തില്ല. പകരം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഏതെങ്കിലും ഒരു മൊബൈൽ അഡാപ്റ്റർ ഉപയോഗിക്കണം. കൂടാതെ ഇതിന് വളരെ കുറഞ്ഞ വോൾട്ടേജിൽ തന്നെ അതിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിൽ BSNL സിമ്മാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇവിടെ വീട്ടിൽ BSNL 4G നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. BSNL 4G സിമ്മ് ഞാൻ യൂസ് ചെയ്തു. BSNL 4G സിമ്മ് വളരെയധികം റേഞ്ച് ഉള്ളത് കാരണമാണ് ഞാനത് എടുക്കുന്നത്. മാത്രമല്ല, ഡാറ്റയുടെ ചാർജ് പൊതുവെ കുറവുമാണ് BSNLന്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു വിധത്തിൽ ലാഭകരമാവും എന്ന് തോന്നി. അങ്ങനെ സിം ഇൻസ്റ്റാൾ ചെയ്തു. സിമ്മ് അത് ഇൻസേർട്ട് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചെടുക്കണമെങ്കിൽ വീണ്ടും ഒരു പുഷ് ചെയ്താൽ അത് വീണ്ടും അത് തിരിച്ചു വരും. ആ രീതിയിലാണ് സിമ്മിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിന് സിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ ചാർജിങ് കേബിൾ കണക്ട് ചെയ്തു. ചാർജിങ് കേബിൾ കണക്ട് ചെയ്ത ശേഷം ഒരു മൊബൈൽ അഡാപ്റ്ററിൽ അത് കണക്ട് ചെയ്തു. മൊബൈൽ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് അത് പ്ലഗ് ഇൻ ചെയ്ത് ഓണാക്കി. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈർപ്പമുള്ള ഭാഗങ്ങളിൽ ഇത് സൂക്ഷിക്കരുത്. ഇത് ഒരു ഇലക്ട്രോണിക് ഉപകരണം